സാധാരണ നമ്മൾ പുരുഷന്മാരിൽ പലപ്പോഴും ഈ പ്രോസ്ട്രേറ്റ് ക്യാൻസർ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ശരിക്കും എന്താണ് ഇതിൻ്റെ ബേസിക് ലക്ഷണങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ, പ്രോസ്റ്റേറ്റ് ക്യാൻസറും BPH രണ്ട് കണ്ടീഷൻസ്. BPH പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ലക്ഷണങ്ങൾ ഏകദേശം ഒരേപോലെ ആയിരിക്കും. ഓക്കെ, പക്ഷേ രണ്ട് കണ്ടീഷൻ. ശരി. ഇപ്പം മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം മൂത്രമൊഴിക്കുക, മൂത്രത്തിന് സ്പീഡ് കുറയുക, രാത്രി എഴുന്നേറ്റ് കൂടെ പ്രാവശ്യം മൂത്രമൊഴിക്കുക, പിടിച്ചു വെക്കാൻ പറ്റാതെ പിന്നെയും പോയി മൂത്രം ഒഴിക്കുക, ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്രം പെട്ടെന്ന് കട്ടായി പോവുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ശരിക്കും ഇതിന്റെ ഒരു ഏജ് കാറ്റഗറി നമ്മൾ നോക്കുമ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കാണ് ഈ പ്രോസ്ട്രേറ്റിനുള്ള ഒരു സാധ്യത കൂടുതൽ ഡോക്ടർ? മെയിൻലി ഇറ്റ്സ് എൻ ഏജ് റിലേറ്റഡ്. അതായത് ഒരു 60 വയസ്സ് കഴിഞ്ഞു വരുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ടും പ്രോസ്റ്റേറ്റ് വരാറ്. ശരി. അത് ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട് അത് ക്യാൻസർ ആകാം, പക്ഷെ അതിന്റെ പ്രപ്പോർഷൻ വളരെ കുറവാണ്. ശരി. നോർമലി നമ്മൾ ഏജ് ഇവിടെ കാണുന്നത് എല്ലാം ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റേറ്റിക് എൻലാർജ്, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച. ഓക്കെ. ആൻഡ് ഇപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു, പക്ഷേ പൊതുവേ ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ടോ എന്നറിയാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ ഏത് ടെസ്റ്റുകളായിരിക്കും? മെയിൻലി നമ്മളിപ്പോൾ ഒരാൾ നമ്മൾ OP യിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ലക്ഷണം കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്താ ക്ലിനിക്കൽ എക്സാം ചെയ്യും. അയാളെ പരിശോധിച്ച് ആ ഭാഗങ്ങളൊക്കെ നോക്കി ഒരു റെക്ടൽ എക്സാമിനേഷൻ ചെയ്ത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം നമ്മൾ നിശ്ചയിക്കും ഏകദേശം. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു അൾട്രാസൗണ്ടും PSA ടെസ്റ്റുകൾ പോലെ ചെയ്യും. ഇതൊക്കെ നോർമലാണ്. അവിടെയാണ് നമ്മൾ വേർതിരിവ് വരുന്നത്. ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ക്യാൻസർ ആകാം, അല്ലെങ്കിൽ സാധാ ഗ്രന്ഥി വീക്കമാകും. ഇനി ഗ്രന്ഥി വീക്കമുള്ള ആൾ എല്ലാവർക്കും മരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രൈം തിങ്. ഇനി ആർക്കൊക്കെ സർജറി? ഒന്നെങ്കിൽ മരുന്നിൽ തൃപ്തനാവുന്നില്ല, 2 മൂത്രസഞ്ചി കല്ലുണ്ട്, ഓക്കെ, മൂത്രത്തിൽ ചോര പോവാ. ആ ചോര പോകുന്നതിന്റെ കാരണം പ്രോസ്റ്റേറ്റ് ആയിരിക്കണം. ഓക്കെ, വേറെ ക്രിയാറ്റിന്റെ അളവ് കൂടുക, ഓക്കെ, കൂടെ മരുന്ന് കഴിച്ചിട്ടും തൃപ്തനാവുന്നില്ല. ഇങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ നമ്മൾ സർജിക്കൽ അഡ്വൈസ് ചെയ്യുന്നുള്ളൂ, സർജറി അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങളുമായിട്ട് സാറിന് കാണാൻ വരുന്ന ആൾക്കാർക്ക് അത് മരുന്ന് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാം എന്നൊരു പോസിബിലിറ്റി ഉണ്ടോ? ഡെഫിനറ്റ്ലി. അതായത് നമ്മളെ ലക്ഷണങ്ങളെ അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളുടെ ഒഴിവാക്കി തരുന്നതാണ് മരുന്നിന്റെ അളവ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് പ്രാവശ്യം മൂത്രത്തിന് സ്പീഡ് കുറയുക, ഒരുപാട് പ്രാവശ്യം മൂത്രം ഒഴിക്കുക, ഇതൊക്കെയായിരിക്കും നമ്മുടെ മേജർ പ്രശ്നങ്ങൾ. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും നാച്ചുറലി. മിക്കവാറും ഒരു ആൽഫ ബ്ലോക്കറോ ഡ്യൂട്ടോസ്റ്ററോയിഡ് അങ്ങനെ കോമ്പിനേഷൻ മരുന്നുകൾ. ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ പേഷ്യന്റിനെ റിവ്യൂ വിളിച്ച് നമ്മൾ ആ മൂത്രത്തിന്റെ സ്പീഡും ലക്ഷണങ്ങളും പിന്നെ ചോദിക്കും. ഇഫ് ഹീസ് ബെറ്റർ, അയാൾ തൃപ്തനാണെങ്കിൽ we will continue the medicines. ഇനി and there is definite criteria. എപ്പം മരുന്ന് നിർത്തണം, നല്ല ഫ്ലോ ഉണ്ട്, മൂത്രം അധികം കെട്ടിക്കിടക്കുന്നില്ല, ആൾ തൃപ്തനാണ്, നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയൽ കൊടുക്കാം, നിർത്തി നോക്കാം. ഇനി ഇതൊന്നും ആവുന്നില്ല, നമ്മൾ അടുത്ത ഓപ്ഷൻസ്. ഓക്കെ. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റ് സംബന്ധമായ അസുഖങ്ങളായിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ, ലൈക്ക് ഇതൊരു സർജറി ഇല്ലാതെ ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സിവിയർ കണ്ടീഷനിലേക്ക് ഇത് എത്തിയിട്ട് വരുന്ന വേഴ്സ്റ്റ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ആണല്ലേ. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ പേഷ്യന്റ് മൂത്രം പോകുന്നില്ല, നമ്മൾ മരുന്ന് ട്യൂബ് ഇട്ടു, മൂത്രം പോകുന്നില്ല, പേഷ്യന്റ് കാഷ്വാലിറ്റിയിലാണ് വരിക. നമ്മൾ ഉടനെ ചെയ്യേണ്ട എന്താ, മൂത്രത്തെ ട്യൂബ് ഇടും. കത്തീട്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൽഫ ബ്ലോക്കർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ ശേഷം ട്യൂബ് ഊരി നോക്കും, വീണ്ടും മൂത്രം പോകുന്നില്ല. സോ ദർ ഈസ് എ ഡെഫിനിറ്റ് ഒബ്സ്ട്രക്ഷൻ. ഇവൻ ആരാ കാരണം? ചിലപ്പം പ്രോസ്റ്റേറ്റ് ആകാം. അങ്ങനത്തെ ആളുകളെ ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തത്, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കൊണ്ട് മൂത്രം ഒരുപാട് കെട്ടിക്കിടക്കുകയാണ്, കിഡ്നിയിലോട്ട് ബാക്ക് കയറുകയാണ്, ക്രിയാറ്റിൻ കൂടുകയാണ്, അങ്ങനത്തെ ആളുകളെ 2. മൂന്നാമത്തത്, മൂത്രസഞ്ചിയിൽ കല്ല് കെട്ടിക്കിടക്കുക. കല്ല് വരാനുള്ള കാരണം എന്തുകൊണ്ടാ? മൂത്രം മര്യാദയ്ക്ക് പോകുന്നില്ല, ബാക്കി എവിടെയുണ്ട്? ബ്ലാഡറിലുണ്ട്, കല്ല് വരിക. ഇവരെയൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ബ്ലീഡിങ്, ഇവർക്കൊക്കെ സർജിക്കൽ ഓപ്ഷൻസ് വേണ്ടി വരും. പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങളിൽ ക്രിയാറ്റിന്റെ അളവ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? പ്രോസ്റ്റേറ്റ് ലൈഫ് സ്റ്റൈലും തമ്മിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്റ്റഡീസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ബന്ധം തെളിയിക്കാനായില്ല. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒന്നും പ്രോസ്റ്റേറ്റ് വലിയ റോളില്ല. ആക്ച്വലി ഇറ്റ്സ് എൻ ഹോർമോണൽ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഏജ് റിലേറ്റഡ് നോക്കുക. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ പോസിബിൾ ആയിട്ട് പ്രോസ്റ്റേറ്റിനുള്ളത്? ഓൾവേസ് ഇപ്പോഴും ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇസ് TORP. TORP എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിന്റെ മൂത്രനാളിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ചെത്തിക്കളയും. ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഒക്കെ വെച്ച് ഒരുപാട് ന്യൂസ്റ്റ് ടെക്നോളജീസ് ഉണ്ട്.
ഒന്ന് നമ്മൾ സൈസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ലെസ് ദാൻ 80 cc ഒക്കെ ആണെങ്കിൽ TURP ഈസ് ദ ഗുഡ് തിങ്. മോർ ദാൻ ഒരു 80 cc ഗ്ലാൻഡ് ഉണ്ടെങ്കിൽ, ഞാൻ CC എന്ന് പറയുന്ന വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് ലേസർ തെറാപ്പീസ് ഉണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് തൂലിയം ലേസർ പ്രോസ്റ്റേറ്റ്, തൂലിയം എനുക്ലിയേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് ഒരു മൊഡാലിറ്റി. അതിലും കൂടുതലൊക്കെ ആണെങ്കിൽ വേറെ പല മൊഡാലിറ്റീസ് ഉണ്ട്. ഈവൻ ഓപ്പൺ സർജറി വരെ ഉണ്ട് പ്രോസ്റ്റേറ്റ്. ഓക്കെ, ഓപ്പൺ പ്രോസ്റ്റേറ്റക്ടമി വരെ ഉണ്ട്, സിമ്പിൾ പ്രോസ്റ്റേറ്റക്ടമി. ന്യൂവസ്റ്റ് ആയിട്ട് വി ഹാവ് വാട്ടർ വേപ്പർ തെറാപ്പി. സ്റ്റിൽ ഹിയർ, ഇറ്റ് ഈസ് ഹിയർ. എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇറ്റ്സ് നോട്ട് ദ റീസൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാട്ടർ വേപ്പറിന് it will be about 1 or 2 degrees Celsius. ഇതിനെ നമ്മൾ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള വാട്ടറിന് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. സോ ദാറ്റ് ഒരു സാധനം ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ടിഷ്യൂ ചുരുങ്ങിപ്പോകും. ബട്ട് ഇറ്റ് വിൽ ടേക്സ് ടൈം. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ പേഷ്യൻ്റ് റിസൾട്ട് ഉണ്ടാവില്ല. ഒരു 10-15 ദിവസം കഴിഞ്ഞാലേ, അത്രയും ദിവസം കുറച്ച് ട്യൂബിൽ എടുക്കും. ട്യൂബ് ഇട്ടതിന് ശേഷം എടുത്ത് ഒഴിവാക്കുമ്പോഴേ അവോയ്ഡ് ചെയ്യും. റീസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനസ്തേഷ്യ കോംപ്ലിക്കേഷൻസ് കൂടുതലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ. ഇറ്റ്സ് ആൻ ഓഫീസ് പ്രൊസീജിയർ.